ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ പേജാണ് നോക്കാൻ പോണത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഭൂമിയിൽ ഉള്ള സർവ്വതും അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു അല്ലെ. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. പിന്നീട് ആകാശത്തിലേക്ക് തിരിഞ്ഞു 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ പേജിൽ ഇനി നമ്മൾ പറയാൻ പോണത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പും പിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അവിടെ നിന്ന് പുറത്താക്കിയതും ഒക്കെയാണ് ഈ ഒരു പേജിൽ പറയണത്. ആയത്ത് 30 തൊട്ട് 37 വരെയാണ് ഈ പേജിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. ഇവിടെ പറയണത് അള്ളാഹു മലക്കുകളോട് പറഞ്ഞ ഒരു സന്ദർഭമാണ്. മലക്കുകളോട് പറയണ മനുഷ്യന് ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയാണ്. അപ്പോൾ ഈ ഖലീഫ എന്ന വാക്ക് അർത്ഥം ഖലഫ എന്ന് വെച്ചാൽ പിൻഗാമി എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഖിലാഫത്ത് വലിയ ഭരണാധികാരിയെ ഉദ്ദേശിച്ചിട്ടും നമ്മൾ ഖലീഫ എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ഒരു പിൻഗാമിയായിട്ടല്ലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവിടെ അള്ളാഹു ഖലീഫ എന്ന് ഉദ്ദേശിച്ചത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആളെന്ന അർത്ഥത്തിലാണ്. പിന്നെ ഒരു അഭിപ്രായം ഉള്ളത് ഒരു തലമുറക്ക് ശേഷം മറ്റൊരു തലമുറയായി ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരായിട്ട് തുടർച്ചയായി പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഖലീഫ. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിനെ മാത്രമായിട്ടല്ല ഉദ്ദേശിച്ചത്, ആ മനുഷ്യ സമൂഹത്തിനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ അള്ളാഹു മലക്കുകളോട് പറയാണ് ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ മലക്കുകൾ തിരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എന്തിനാണ് ഈ നാശം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഭൂമിയിൽ നാശം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആൾക്കാരെ എന്തിനാണ് സൃഷ്ടിക്കണത്? ഞങ്ങള് നിനക്ക് തസ്ബീഹ് നടത്തുകയും നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്തിനാണ് ഇവരുണ്ടാക്കണേന്നാണ് തിരിച്ചു മലക്കുകൾ ചോദിക്കണേ. അപ്പൊ അതിൽ നമുക്ക് ഒരു ഡൗട്ട് തോന്നണ കാര്യം എന്താണെന്ന് വെച്ചാല് മനുഷ്യനെ ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിക്കാൻ പോണുള്ളൂ. അപ്പൊ എങ്ങനെയാണ് മലക്കുകൾ ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞെന്നൊരു ചോദ്യം വരും അല്ലെ. അപ്പൊ അതിലൊരു അഭിപ്രായം പറയണത് എന്താന്ന് വെച്ചാല് ഈ മലക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിനൊരിക്കലും അവരെതിര് പ്രവർത്തിക്കില്ല. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക. പക്ഷെ മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സ്വതന്ത്രനാക്കിയേക്കാണ് അള്ളാഹു അല്ലെ. നന്മയും ചെയ്യാം തിന്മയും അനുസരിക്കുകയും ചെയ്യാം അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പൊ അതുപോലെയുള്ള ഇതിനു മുമ്പ് അതുപോലെയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇപ്പൊ ജിന്നുകള് അല്ലെ, ജിന്നുകള് മനുഷ്യനിൽ മുമ്പ് സൃഷ്ടിച്ച ജിന്നുകൾക്ക് ഇതുപോലെ തന്നെയാണ്. അവർക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ട്, അവർക്ക് തീരുമാനിക്കാം അല്ലെ. അപ്പൊ അവരുടെ കണ്ടിട്ടായിരിക്കാം മലക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കണേന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ മലക്കളുടെ ചോദ്യം ഇതാണ്, എന്തിനാണ് പടച്ചോനെ ഇങ്ങനത്തെ ഒരാൾക്കാരെ ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു തിരിച്ച് മലക്കുകളോട് പറയാണ്, തീർച്ചയായും നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അപ്പൊ അതായത് അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ട് എന്നുള്ളത് അള്ളാഹു പറയാണ്. ഇവർക്ക് അറിയാത്ത പല ഉദ്ദേശങ്ങളും അള്ളാഹ്ക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നൊന്നും ഇവിടെ പറയണില്ല. ഖുർആനിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, കളിമണ്ണിൽ നിന്നാണ് മുട്ടിയാൽ ഒച്ചയുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു, അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് ഊതിന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ചൊന്നും പറയണില്ല. ഇങ്ങനെ സൃഷ്ടിക്കാൻ പോണു മലക്കുകളോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയണത് 2-ാമത്തെ ആയത്തിൽ പറയണത് എന്താ വെച്ചാല് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ പഠിപ്പിക്കുകയാണ്. പേരുകളെല്ലാം പഠിപ്പിച്ചു എന്നാണ് പറയണത്. അല്ലമ എന്ന് വെച്ചാൽ പഠിപ്പിച്ചു.
ആദമൽ അസ്മാ കുല്ലഹ. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു എന്നാണ്. അപ്പൊ അവിടെയും ഒന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ അസ്മാ എന്ന് പറയണത് എല്ലാ വസ്തുക്കളുടെ പേരുകളുമാണ് പഠിപ്പിച്ചത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇനി പേരുകൾ മാത്രമല്ല, ആ വസ്തുക്കളെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നുണ്ട്. പിന്നെ ഇനി ലോകാവസാനം വരെയുള്ള ഇനി വരാൻ പോകുന്ന ആളുകളുടെയൊക്കെ പേരുകളാണ് പഠിപ്പിച്ചത്. അങ്ങനെ പല അഭിപ്രായമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദം നബി അലൈഹി ഇസ്ലാമിന് ആവശ്യമായ അറിവ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു ഇതൊക്കെ പഠിപ്പിച്ചു, സാധനങ്ങളുടെ പേരൊക്കെ പഠിപ്പിച്ചിട്ട് മലക്കുകളുടെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇതിന്റെ പേരൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോഴാണ് മലക്കുകൾ പറയണം തിരിച്ച്, എന്താ ഞങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാലു സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധൻ. ലാ ഇൽമലന, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഇല്ലാമ അല്ലംതന, നീ പഠിപ്പിച്ചതല്ലാത്ത യാതൊന്നിനെ കുറിച്ചും ഞങ്ങൾക്ക് അറിവില്ല. അള്ളാഹു നീ എത്ര പരിശുദ്ധൻ എന്ന് അവര് പറയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നിശ്ചയമായും നീയാണ് സർവജ്ഞനും അഗാധജ്ഞനുമായുള്ളവൻ. അപ്പൊ അവർക്ക് മനസ്സിലായി ആദമിനെ അള്ളാഹു കുറച്ച് ശ്രേഷ്ഠനായിട്ടാണ് സൃഷ്ടിച്ചത്. ഈ മലക്കുകളുടെ മുമ്പിൽ ആദം അലൈഹി സ്വലാമിനെ അള്ളാഹു ശ്രേഷ്ഠനാക്കി. അപ്പം മനുഷ്യനെ അള്ളാഹു ശ്രേഷ്ഠനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ആദമിന്റെ അടുത്തേക്ക് അള്ളാഹു തിരിഞ്ഞിട്ട് പറയാണ്, ആദമെ നീ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. കാലയ ആദം അംബി അസ്മാഇഹിം, നീ അവർക്ക് ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദം അലൈഹി സ്വലാം ഇതിന്റെ എണീറ്റ് നിന്നിട്ട് ഓരോ പേരുകളും പറഞ്ഞു കൊടുക്കുകയാണ് മലക്കുകളുടെ അടുത്ത്. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആകാശഭൂമികളിലെ അദൃശ്യം ഞാൻ അറിയുന്നു എന്ന്. നിങ്ങൾ എന്ത് തന്നെ പുറത്തേക്ക് വെളിവാക്കിയാലും നിങ്ങൾ എന്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അതെല്ലാം ഞാൻ അറിയുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കാണ് കേട്ടോ. അപ്പൊ അള്ളാഹു ഈ ആദം അലൈഹി സ്വലാമിനെ മലക്കുകളുടെ മുമ്പിൽ ശ്രേഷ്ഠനാക്കി. അടുത്തത് അള്ളാഹു മലക്കുകളോട് പറയാണ്, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണ്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. എന്താ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴിച്ച്. ഇബ്ലീസിനപ്പോ അഹങ്കാരം വന്നു. ഇബ്ലീസ് വിസമ്മതിച്ചു. അങ്ങനെ അവൻ നിഷേധികളിൽ പെട്ടവനായി തീർന്നു. അപ്പൊ ഇബ്ലീസ് അഹങ്കാരം വരാൻ കാരണം എന്താ? മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്. ഈ ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? മലക്കുകളുണ്ട്, ജിന്നുണ്ട്, മനുഷ്യനുണ്ട് അല്ലെ. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്, ജിന്നുകളെ തീജ്വാലയിൽ നിന്നാണ്, പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ മണ്ണിനേലും കുറച്ചും കൂടി ഉയർന്ന സാധനമാണല്ലോ തീ എന്ന് പറയണത്. അപ്പൊ ഇബ്ലീസിന് അപ്പൊ ഒരു അഹങ്കാരം വരാണ്, ഞാൻ കുറച്ചുകൂടി ഹയർ ലെവലുള്ള ആളാണ്, അപ്പൊ ഒരിക്കലും എന്തിനീ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആദമിനെ ഞാൻ സുജൂദ് ചെയ്യണം എന്ന് ഒരു അഹങ്കാരം വരാണ്. അപ്പൊ ഇബ്ലീസ് അവിടെ വിസമ്മതിച്ചു, അഹങ്കാരം കാണിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ ആലോചിക്കുന്നത് മലക്കുകളോടാണ് അള്ളാഹു സുജൂദ് ചെയ്യാൻ ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തോന്നാ, എന്തിനിപ്പോ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇബ്ലീസ് എന്തിനാണ് സുജൂദ് ചെയ്യണേ? ഇബ്ലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പല ന്യായങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഇബ്ലീസ് ഒരിക്കലും ഇങ്ങനെ വാദിക്കണില്ല, എന്നോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് ഇബ്ലീസ് പറയണില്ല. ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? ഞാൻ അവനേലും ശ്രേഷ്ഠനാണ്, അപ്പൊ ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം എന്നാണ് ഇബ്ലീസിന്റെ മറുപടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇബ്ലീസിന്റെ അഹങ്കാരം കൊണ്ട് ഇബ്ലീസ് ഇത്രയും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠ പദവി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ മലക്കുകളും അള്ളാഹുവും ഉള്ള സന്നിധിയിൽ ഇബ്ലീസിന് പ്രവേശനം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്ന ഇബ്ലീസ് ആ ഒരു അഹങ്കാരം കാണിച്ചത് കൊണ്ട് ഏറ്റവും നിന്ദ്യനായി മാറുകയാണ് അവിടെ. അപ്പൊ അതിൽ നമ്മളൊരു ഹദീസ് ഓർക്കേണ്ടത്, ഒരു കടുകുമണിയോളം അഹംഭാവം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എത്ര ഉന്നതനായിരുന്നാലും പര്യവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് ഇബ്ലീസിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഇനി അള്ളാഹു പറയണത് ഇവരെ സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിക്കണ കാര്യമാണ്. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا
ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. അപ്പൊ അങ്ങനെ ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നീയും നിന്റെ ഇണയും, അവിടെ ഇണയനെ സൃഷ്ടിച്ച കാര്യമൊന്നും ഇവിടെ പറയണില്ല കേട്ടോ, നീയും നിന്റെ ഇണയും കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുക, എന്നിട്ട് അവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചോ, പക്ഷേ ഈ ഒരു വൃക്ഷത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും സമീപിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സ്വർഗത്തിൽ അവര് സുഖമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാജ് അവരുടെ അടുത്ത് വരികയാണ്. പിശാജ് വന്നിട്ട് അവരെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ അസല്ലഹുമ, നെക്സ്റ്റ് ആയത്ത് അതാണ്, അസല്ല എന്ന് വെച്ചാൽ വഴിതെറ്റിച്ചു എന്നാണ്. അപ്പൊ അസല്ലഹുമ ഷെയ്ത്താനു, പിശാജ് അവരെ വഴിതെറ്റിച്ചു അതിൽ നിന്നും. അങ്ങനെ അവരെ രണ്ടാളെയും അവരേതിലാണോ ഉണ്ടായിരുന്നത്, അതായത് സ്വർഗത്തിൽ നിന്ന് രണ്ടാളെയും പുറത്താക്കാൻ ഈ പിശാജ് കാരണക്കാരനായി എന്നർത്ഥം. അപ്പോൾ അള്ളാഹു എന്താണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇവര് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ അടുത്ത് പോയി അത് കഴിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, വഖുൽനഹ്ബിതു, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിൻ. എന്നിട്ട് അള്ളാഹു അവിടെ ഒരു ഉപദേശം കൊടുക്കാണ്, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളുടെ ഒരു സമയം വരെ, ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള വിഭവമുണ്ട്, പാർപ്പിടവും ഭൂമിയിലുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയാണ്, ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിലെ ആദ്യത്തെ തെറ്റ്. ആദ്യം മനുഷ്യനിൽ നിന്ന് വന്നു പോയ ആദ്യത്തെ തെറ്റാണിത് അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചു. അപ്പോൾ ഒരിക്കലും അള്ളാഹു ഇവരെ സ്ഥിരതാമസം സ്വർഗത്തിലാക്കാൻ വേണ്ടിയാണോ, സ്വർഗത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. നമ്മൾ ആദ്യത്തെ ആയത്തിൽ പറയുന്നുണ്ട്, എന്താണ്, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ചോദിക്കുന്നുണ്ട്, ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരിക്കലും ആദം അലൈഹിസ്സലാം ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണ്ടായിരുന്നു എന്ന് ആരും ചിന്തിക്കണ്ട. നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് മനുഷ്യ സമൂഹത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു ഒരു പരീക്ഷണാലയമായിട്ട് സ്വർഗത്തിൽ അവരെ താമസിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ഭൂമിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണാലയമായിരുന്നു ആ സമയത്ത് അവർക്ക് സ്വർഗം. അതുകൊണ്ടാണ് ആ ഒരു വൃക്ഷത്തെ സമീപിക്കരുതെന്നൊക്കെ അള്ളാഹു പറഞ്ഞത്. ഇനി നമുക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോണതും ഇൻഷാ അള്ളാഹ് ഈ സ്വർഗം തന്നെയാണ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ വിലക്കുകളൊന്നും ഉണ്ടാവൂല. അങ്ങനെ അള്ളാഹു 3 പേരെയും, ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിനെയും ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കുകയാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളിലും ആദ്യം ഇബ്ലീസ് വന്നിട്ട് ഹവ്വാ ബീവിയുടെ അടുത്തേക്കാണ് വരണത്. എന്നിട്ട് ആദ്യം വഴിതെറ്റിച്ചത് ഹവ്വാ ബീവിനെയാണ്, പിന്നെയാണ് ആദം അലൈഹിസ്സലാമിനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഒരിക്കലും ഖുർആൻ അതിന് അങ്ങനെ ഒരിക്കലും സ്ത്രീയുടെ ഭാഗത്താണ് എന്ന് പറയണില്ല, ഹവ്വാ ബീവിനെ പറയണില്ല. സൂറത്തു ത്വാഹ 115, 121 ഈ 2 ആയത്തുകൾ നോക്കിയാൽ മനസ്സിലാവും. അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ആദം അലൈഹിസ്സലാമിനെയാണ്. ആദം അലൈഹിസ്സലാമിന് എന്താണ് മറന്നു, ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞ കാര്യം മറന്നു, നിർദ്ദേശം കൊടുത്ത കാര്യം മറന്നു, അങ്ങനെ തെറ്റ് ചെയ്തു എന്നാണ് പറയണത്. 121 ആയത്തിൽ പറയണതും ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിച്ചു എന്നാണ്. ഒരിക്കലും ഹവ്വാ ബീവിനെ പറയണില്ല. പിന്നെ ഇവരെ സ്വർഗത്തിൽ നിന്ന് ഈ പഴം കഴിച്ചാൽ എന്താണ് കിട്ടണേന്നാണ് ഇബ്ലീസ് പറഞ്ഞതെന്ന് സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. സൂറത്ത് അറാഫ് 20 ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൃക്ഷത്തെ എന്തിനാണ് അള്ളാഹു നിങ്ങളോട് വിരോധിച്ചതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി തീരും, നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ കഴിയാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ആദം അലൈഹിസ്സലാമിനെ ഹവ്വാ ബീവിനെയും ഇബ്ലീസ് പ്രലോഭിപ്പിച്ചത്. കാരണം ഇവര് ഭൂമിയിലോട്ട് പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാണ്, കാരണം സ്വർഗത്തിൽ എല്ലാവിധ സുഖങ്ങളും ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇത് കഴിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് അത് കഴിപ്പിച്ചത്. അത് സൂറത്ത് അറാഫിലുണ്ട് കേട്ടോ, 20 ആയത്ത്. അങ്ങനെ തെറ്റ് ചെയ്തു, പുറത്താക്കി അല്ലേ. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ചിലർക്ക് ശത്രുക്കളാകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോ ആദം അലൈഹിസ്സലാം പശ്ചാത്തപിക്കുകയാണ്. ഫതലഖ ആദം, എന്നിട്ട് ആദം അലൈഹിസ്സലാം പശ്ചാത്തപിച്ചു. എന്നിട്ട് അള്ളാഹുവിൽ നിന്നും ഏറ്റെടുത്തു കുറച്ച് വാക്കുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചു. മിർ റബ്ബിഹി കലിമ, ചില വാക്കുകളെ, അതായത് പശ്ചാത്തപിക്കണത് എങ്ങനെയാണെന്നും അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കണത്. ചില വാക്കുകളെ ആദം അലൈഹിസ്സലാം ഏറ്റെടുത്തു. ഫതാബ അലൈഹി, അങ്ങനെ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാണ്, കരുണാനിധിയുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാത്തവരില്ല അല്ലെ.
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? തെറ്റ് ചെയ്യാത്ത ആൾക്കാരെയും അള്ളാഹ്ക്ക് ഇഷ്ടം തെറ്റ് പറ്റുകയും അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ഉടനെ പശ്ചാത്തപിക്കുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്, തെറ്റുകൾ പറ്റാത്തവരില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേർക്ക് തെറ്റുപറ്റി അല്ലേ? പിശാചിനും തെറ്റുപറ്റി, ആദം അലൈഹി ഇസ്ലാമിനും തെറ്റുപറ്റി. ഇബ്ലീസ് എന്താ ചെയ്തത്? തെറ്റുപറ്റിയിട്ടും അഹങ്കാരം കാണിച്ച് ആ തെറ്റിനെ ന്യായീകരിച്ച് നിന്നു, സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. ആദം അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്? തെറ്റുപറ്റിയപ്പോൾ മനസ്സിലായി, അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചപ്പോൾ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ പറയണത് പശ്ചാത്താപത്തിനായിട്ട് അപ്പോ ആദം അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കുകൾ ഇതാണ്: റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോയി എന്നാണ് ആദം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതെന്ന് ഒരഭിപ്രായമുണ്ട്. ഇനി അതല്ല, അത് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെയും കുറച്ച് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായവും ഉണ്ട്. എന്തായാലും ആദം അലൈഹി സ്വലാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ പേജിൽ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിർത്താം. ഈ പേജ് വളരെ സിമ്പിളാണ്, കഥയായ കാരണം എളുപ്പത്തിൽ പഠിക്കാം. വളരെ കുറച്ച് വാക്കുകളാണ് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പേജിൽ അടുത്ത ഓഡിയോയിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.